ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കുളിക്കൂടിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സുഭാഷിൻ്റെ വീട്ടിൽ വിരുന്നിന് ചെന്നതിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ സുനന്ദ സന്തോഷത്തോടുകൂടെ ഓർക്കുന്നുണ്ട്. തന്നോടും തൻ്റെ ഭർത്താവിനോടും നല്ല രീതിയിൽ തന്നെ കിളിക്കൂട്ടിലെ അംഗങ്ങളും സുഭാഷും പെരുമാറിയ കാര്യമൊക്കെ സുനന്ദ ഓർക്കുന്നുണ്ട്. പെട്ടെന്നാണ് റോഡിലൂടെ പോകുന്ന സുഭാഷിനെ സുനന്ദ കാണുന്നത്. അത് കണ്ട് കണ്ണു നിറയുന്നുണ്ട് സുനന്ദയുടെ. സുഭാഷും യാദൃശ്ചികമായിട്ട് കാണുകയാണ് സുനന്ദയെ. അവരിരുവരും സ്വല്പനേരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നുണ്ട്. സുഭാഷ് അങ്ങ് നീങ്ങുമ്പോൾ സുനന്ദ സങ്കടത്തോടെ കിടക്കയിൽ വന്നിരിക്കുകയാണ്. ഇതേസമയം ഇവിടെ നിന്ന് പോകുന്നതിന്റെ സങ്കടമാണോ ഈ മുഖത്തുള്ളത്? നീ വിഷമിക്കേണ്ട, നിനക്ക് നമ്മുടെ വീട്ടിൽ വന്നാലും എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അതിന്റെ പേരിൽ ഞാനൊന്നും പറയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് സുനന്ദയെ വീട്ടുകാരൊക്കെ ചേർന്ന് ഭർത്താവിന്റെ ഒപ്പം പറഞ്ഞു വിടുകയാണ്. അവളാണെങ്കിൽ അത്ര വലിയ സങ്കടമൊന്നും ഇല്ലാതെയാണ് പോകുന്നത്. അതുകൊണ്ട് ലളിതയ്ക്കും ചന്ദ്രശേഖരനും ഒക്കെ അത്ഭുതമാകുന്നുണ്ട്. അവളുടെ വേർപാടിൽ അവരാകെ തളരുന്നുണ്ട്. ഇത് കണ്ട് പുച്ഛാണ് സുനന്ദയ്ക്ക് തോന്നുന്നത്. ഭർത്താവിനൊപ്പം കാറിൽ കിളിക്കൂടിന് മുന്നിലൂടെ പോകുന്ന സുനന്ദ കണ്ണു നിറഞ്ഞ് അവിടേക്ക് നോക്കുന്നുണ്ട്. അവിടെ ആരെയും കാണുന്നില്ല. വാതിലൊക്കെ തുറന്നു കിടക്കുന്നുണ്ട്. ഏന്തി വരിഞ്ഞ് സുനന്ദ നോക്കുന്നുണ്ട്. സുഭാഷിനെ ഒന്ന് കാണുക തന്നെയാണ് ലക്ഷ്യം. മുന്നോട്ട് പോകുമ്പോൾ കണ്ണു നിറഞ്ഞ് ആലോചിക്കുകയാണ് കേട്ടോ സുനന്ദ. ഭർത്താവ് സുനന്ദയെ ശ്രദ്ധിക്കുന്നുണ്ട്. സ്നേഹത്തോടെ സുനന്ദയെ ആശ്വസിപ്പിക്കുന്നു. തുടർന്ന് അയാൾ നിനക്ക് ഞാനുണ്ട് കണ്ണുകൊണ്ട് അയാളോടും തിരിച്ചും പുഞ്ചിരി കൊണ്ട് തലയാട്ടുകയാണ് കേട്ടോ സുനന്ദ. പിന്നീട് സന്തോഷത്തോടെ അടുക്കളയിൽ നിന്ന് ദോശ ഉണ്ടാക്കുകയാണ് സുഭാഷ്. നിധിയും സുധീഷും മറിഞ്ഞെന്ന് ഇത് കാണുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ഇത്ര നന്നായിട്ട് പാടുമോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഞാനും ഇപ്പോഴാണത് കാണുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ സുധീഷ്. ഏട്ടനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് നിധി സുഭാഷിനെയും കൂട്ടി ഹാളിൽ വന്നിരിക്കുകയാണ്. സുഭാഷ് ഏട്ടനെ മനസ്സിലാകുന്നില്ല. 2 ദിവസത്തിന് മുൻപ് സുനന്ദയുടെ കല്യാണമാണെന്ന് പറഞ്ഞ് ഒരുപാട് വിഷമിച്ചു. സുനന്ദയും ഭർത്താവും വിരുന്നിന് വന്ന് പോയതിനു ശേഷം പഴയ സുഭാഷ് ഏട്ടനായി. സുഭാഷ് ഏട്ടനും ഒരു മനുഷ്യനല്ലേ, നല്ലൊരു കുടുംബമാണ്, നല്ലൊരാളെയാണ് സുനന്ദയ്ക്ക് കിട്ടിയിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ സുഭാഷ് ഏട്ടന് സന്തോഷമായി കാണും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിധി. ഇതേ സമയം മോളെ നിധി റെഡിയായോ, ഇന്റർവ്യൂ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ സുഭാഷ് ഏട്ടാ 10 മണിയാകുമ്പോഴേക്കും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നിധി. മോൾക്ക് ഉറപ്പായും ഈ ജോലി കിട്ടുമെന്ന് സുഭാഷ് പറയുമ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ നിധി. പിന്നീട് സൈറ്റിൽ വെച്ച് ബംഗാളിയുടെ സഹോദരി വരുന്നുണ്ട്. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച ആ പെണ്ണ് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ബംഗാളിയുടെ കൂടെ കേരളത്തിൽ വന്നതാണ്. അവളാണെങ്കിൽ സുഭാഷിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സുഭാഷും ആ പെൺകുട്ടിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നു സുഭാഷ് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി ബംഗാളിയെ നോക്കുമ്പോൾ അയാൾ പറയാണ് അവൾക്കത്ര നല്ല പോലെ മലയാളം ഒന്നും അറിയില്ല. അങ്ങനെയൊന്ന് ചോദിച്ചു സുഭാഷ്. മേരാന്നാ സുഭാഷ് എന്ന് പറയുന്നുണ്ട്. വീട്ടിൽ കുറച്ച് കഷ്ടപ്പാടുണ്ടെന്നും ഇവൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചതാണ്. ബ്യൂട്ടീഷ്യൻ ജോലിയൊക്കെ ഇവിടെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് ഞാൻ ഇവളെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ അയാൾ. അത് നല്ല കാര്യമാണല്ലോ എന്ന് സുഭാഷും പറയുന്നു. അങ്ങനെ ബംഗാളിയോടും സഹോദരിയോടും ഒക്കെ സംസാരിക്കുന്നുണ്ട് സുഭാഷ്. പിന്നെ ബംഗാളിക്ക് വേണ്ടിയിട്ട് ആ പെൺകുട്ടി ആഹാരം കൊണ്ടുവരുമ്പോൾ സുഭാഷിന് വേണ്ടിയിട്ടും കൊണ്ടുവരികയാണ്. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ ആഹാരം കഴിക്കും. സുഭാഷും ആ പെൺകുട്ടിയും കൂടുതൽ എടുക്കുന്നുണ്ട്. ഇതിനിടയിൽ സുഭാഷിന് വേണ്ടിയിട്ട് നിധിയും അനുജന്മാരും ഒരുപാട് വിവാഹാലോചനകളൊക്കെ നോക്കുന്നുണ്ട്. നിശ്ചയം വരെ എത്തിയ കല്യാണം മുടങ്ങി പോവുകയാണ്. വരുന്ന ആ വിവാഹാലോചനകൾ മുടങ്ങുന്നത് കാരണം സുഭാഷിന്റെ അവസ്ഥ ഓർത്ത് കിളിക്കൂട്ടിലെ എല്ലാവരും വിഷമിക്കുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ ബംഗാളിയുടെ വീട്ടിലേക്ക് സുഭാഷ് പോകുന്നുണ്ട്. ബംഗാളി സുഭാഷിനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. അതേസമയം ബംഗാളിയുടെ സഹോദരി സുഭാഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ സ്നേഹത്തോടെ. ഇത് കണ്ട ബംഗാളിക്ക് തന്റെ സഹോദരിക്ക് സുഭാഷിനെ ഇഷ്ടമാണെന്ന് മനസ്സിലാകുന്നു. ഇതേസമയം ബംഗാളിയാണെങ്കിൽ ഞാനത് ചോദിക്കാൻ പാടുണ്ടോ എന്ന് അറിയില്ല, എന്നാലും ചോദിക്കുകയാണ്. എൻ്റെ അനിയത്തിയെ കല്യാണം കഴിക്കുമോ സുഭാഷ് ഭയ്യ എന്ന് എവിടെയൊക്കെ പെണ്ണ് അന്വേഷിക്കുന്നു. എൻ്റെ അനിയത്തിയെ ഭയ്യ കല്യാണം കഴിക്കണം. അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അവൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അവളെ ഞാൻ അങ്ങോട്ട് വിടില്ല. സുഭാഷ് ഭയ്യ എൻ്റെ അനിയത്തിയെ കല്യാണം കഴിച്ചാൽ ഞാനും എൻ്റെ കുടുംബവും ഒരുപാട് സന്തോഷിക്കും എന്നൊക്കെ പറയുമ്പോൾ നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സുഭാഷ്. ഭയ്യ ഞങ്ങളുടെ കയ്യിൽ പണമോ നല്ലൊരു വീടോ ഇല്ല. ഞാൻ ഈ ആഗ്രഹം ഒരുപാട് തവണ ഭയ്യോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു തമാശ രൂപത്തിലാണ് എടുത്തത് ഭയ്യ. അവളൊരു നല്ല കുട്ടിയാണ്. സുഭാഷ് ഭയ്യയുടെ ഒപ്പം അവൾ സന്തോഷത്തോടെ കഴിയും. ഭയ്യ അവളെ നന്നായി നോക്കുമെന്ന് എനിക്കറിയാം. ഈ കല്യാണം നടന്നാൽ ഞാൻ ഒരുപാട് സന്തോഷിക്കും. അവളെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചെന്ന സംതൃപ്തി ഉണ്ടാകും എനിക്ക്. സുഭാഷ് ഭയ്യ ആലോചിച്ച് പറഞ്ഞാൽ മതി. ആലോചിച്ചിട്ട് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ സുഭാഷ് ആണെങ്കിൽ അമ്പരന്ന് ഭയ്യയുടെ പെങ്ങളെ നോക്കുമ്പോൾ അവൾ നാണത്തോടെ ചിരിച്ച് അകത്തേക്ക് ഓടിപ്പോവാണ്. എന്നിട്ട് മറഞ്ഞു നിന്ന് സുഭാഷിനെ നോക്കുന്നുണ്ട്. ഇതെന്താ ഇത്ര സന്തോഷത്തോടെ ഓടിപ്പോകുന്നത്? അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് സുഭാഷ് ചിന്തിക്കുന്നുണ്ട്. പെട്ടെന്ന് പുഞ്ചിരിക്കുകയും ചെയ്യുന്നു. അവളുടെ മുഖത്ത് നോക്കി അവളും ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുഭാഷും ആ പെൺകുട്ടിയും പുഞ്ചിരിയോടെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നുണ്ട് ആ പെൺകുട്ടിയുടെ സഹോദരനായിട്ടുള്ള ബംഗാളി. തുടർന്ന് ബംഗാളിയുടെ പെങ്ങളെ ആദ്യമായിട്ട് കണ്ടതും അവർ തമ്മിലുള്ള നല്ല നിമിഷങ്ങളും ഓർത്ത് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ സുഭാഷ് ചെയ്യുന്നത്.